അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും നിങ്ങളുടെ മുൻപാകെ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം അപ്പോസ്തലന്മാരെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഇന്ന് നാം പഠിക്കുന്നത് ആ അപ്പോസ്തലന്മാരുടെ പട്ടികയിൽ 7-ാം സ്ഥാനത്ത് നിൽക്കുന്ന തോമസ് എന്ന അപ്പോസ്തലനെ കുറിച്ചാണ്. കർത്താവിൽ ഏറെയും സ്നേഹിച്ചിരുന്ന തോമസിനെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെ വിശകലനം ചെയ്ത് അതിനകത്തു നിന്നും നമുക്കുള്ള ആഴമേറിയ ചിന്തകളെയും പാഠങ്ങളെയും മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോമസ് എന്ന വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് തോമസ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് അറിയപ്പെടുന്നത് തോമസാണ്. സുവിശേഷം ആദ്യമായി കേരളത്തിലും വിവിധ പ്രദേശങ്ങളിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ സുവിശേഷം എത്തിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ട അപ്പോസ്തലനാണ് ഈ തോമസ് എന്ന വ്യക്തി. അദ്ദേഹം കടന്നു വരികയും മലബാർ ചുറ്റുപ്രദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും ചെയ്തതുകൊണ്ട് ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന നാമകരണത്തിൽ തോമസ് അറിയപ്പെടുന്നു. അദ്ദേഹം അതിൽ പ്രസിദ്ധനുമാണ്. തോമസ് എന്ന വ്യക്തിയെ എന്നാൽ സുവിശേഷങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാമർശങ്ങൾ ഇല്ല എങ്കിലും ആ ലഭിക്കുന്ന പരാമർശങ്ങളിൽ നിന്നുകൊണ്ട് തോമസിനെക്കുറിച്ച് പഠിക്കുവാനും അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മനസ്സിലാക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തോമസിനെ നാം കർത്താവിൻ്റെ വിളിയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ അത് വളരെ സങ്കീർണമായ ഒരു ചിന്തയാണ് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. തോമസിൻ്റെ കുടുംബ പശ്ചാത്തലം, തോമസ് എന്ന വ്യക്തി അല്ലെങ്കിൽ തോമസ് എന്ന വ്യക്തിക്ക് ഈ പേര് ലഭിക്കുന്നത് തന്നെ വാസ്തവത്തിൽ ആ കുടുംബ പശ്ചാത്തലവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി നിൽക്കുകയാണ്. തോമസ് എന്നത് അരാമ്യ ഭാഷയിലെ തെയോമ എന്ന പദത്തിൽ നിന്നും വന്ന വാക്കാണ് അല്ലെങ്കിൽ പേരാണ് തോമസ് എന്ന പദം. തോമസ് എന്ന പദത്തിന് അതിന് ഇരട്ട എന്ന് അർത്ഥമുണ്ട്. തോമസിൻ്റെ മറ്റൊരു പേര് ദിദിമോസ് എന്നാണ്. അപ്പോൾ തോമസിന് ദിദിമോസ് എന്നും അർത്ഥമുണ്ട്. ആ ദിദിമോസ് എന്ന പദത്തിനും ഇരട്ട പിറന്നവൻ എന്നാണ് അർത്ഥം. ചില പാരമ്പര്യങ്ങളിൽ പറയുന്നത് തോമസിനോടൊപ്പം ഇരട്ട പിറന്ന സഹോദരന്മാരെക്കുറിച്ച് ബൈബിളിൽ ഇല്ല എങ്കിലും ചില പഠനങ്ങളിൽ വെളിപ്പെട്ടത് തോമസിനോടൊപ്പം ഇരട്ട പിറഞ്ഞത് ഒരു സഹോദരിയാണ്, അവളുടെ പേര് ലൈസിയ എന്നാണെന്നാണ്. പക്ഷേ ബൈബിൾ അതിനെ അങ്ങനെ തന്നെ എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിൽ പോലും പിന്നെ മറ്റൊരു പഠനം പറയുന്നത് തോമസ് അല്ലെങ്കിൽ ദിദിമോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവൻ അല്ലെങ്കിൽ ആ തോമസിൻ്റെ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നതെന്ന്. ഇരട്ട സ്വഭാവം തോമസിനുണ്ടായതായി ബൈബിൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. യേശുവിൻ്റെ ശിഷ്യനായ യേശുവിൽ വിശ്വസിച്ച് നിൽക്കാതെ തന്നെ ഒരു വിശ്വാസത്തിൽ പുറകോട്ട് പോകുന്നൊരു വ്യക്തിയും കൂടി ആയതിനാൽ ഈ പേര് വന്നത് എന്നും പഠിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നമുക്ക് ആ രീതിയിൽ മനസ്സിലാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മറ്റു പശ്ചാത്തലങ്ങളൊന്നും തന്നെ ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല. ചരിത്രങ്ങളിൽ പോലും വളരെ ചുരുക്കമായിട്ട് കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഗലീലക്കാരൻ ആണെന്നുള്ളത് നാം ഓർമ്മയിൽ സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ദേശം ഗലീലയാണ്. യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തോമസിനെയും യേശു കർത്താവ് തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുകയാണ്. തോമസ് യേശുവിനെ സ്നേഹിക്കുന്ന ശിഷ്യനായി മാറുന്നതായി നാം കാണുന്നു. അദ്ദേഹം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതായി നാം കാണുന്നു. യേശുവിനോടൊപ്പം അദ്ദേഹം ചേർന്ന് ശുശ്രൂഷിക്കുന്നതായും നാം കാണുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നു. ഈ ശിഷ്യനായി തീർന്ന തോമസിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഒന്ന്, അദ്ദേഹം ധീരനായിരുന്ന ഒരു മനുഷ്യനാണ്. ധൈര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് തോമസ്. യേശുവിൻ്റെ ശിഷ്യനായി തീർന്നതിന് ശേഷവും തൻ്റെ വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ചില സംഭവങ്ങൾ നാം പഠിക്കുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. 11-ാം അധ്യായത്തിൽ നാം കാണുന്നത് അതേ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും സഹോദരനായ ലാസറിൻ്റെ അനുഭവമാണ്. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു. അതേ യേശുക്രിസ്തു ഇതറിയുകയും ചെയ്തു.
ലാസർ മരിക്കുവാൻ കിടക്കുന്ന വാർത്ത യേശു അറിഞ്ഞിട്ടുകൂടി യേശു ലാസറിനെ ചെന്ന് കാണുകയോ രോഗിയായിരിക്കുമ്പോൾ സൗഖ്യപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പകരം യേശു അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭവനത്തെ സന്ദർശിക്കുവാനും സഹോദരിമാരെ കാണുവാനും ഒരു വലിയ അത്ഭുതം അവിടെ ചെയ്യുവാനും യേശു ആഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാരുടെ ചിന്തയിൽ ഒരു പക്ഷെങ്കിൽ ഇതിനെ നമുക്കിങ്ങനെയൊക്കെ കാണാം. ശിഷ്യന്മാരൊരു പക്ഷെങ്കിൽ കരുതിയിരിക്കും, യേശു ഈ ലാസർ ദീനമായി കിടന്നപ്പോൾ പോയി കണ്ടിരുന്നുവെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എന്നാൽ യേശു പോകുവാൻ താല്പര്യപ്പെടുന്നത് ലാസർ മരിച്ചു കഴിഞ്ഞാണ്. അവിടെ നമുക്കതിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ലാസർ മരിച്ചു കഴിഞ്ഞ് യേശു പോകുവാൻ ആഗ്രഹം കാണിക്കുമ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് യേശു പറയുമ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിനോടുള്ള മറുപടി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പറയുന്നത്, ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയുവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ്, റബ്ബി, യഹൂദന്മാർ നിന്നെ കൊല്ലുവാൻ, അത് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെന്തെങ്കിലും ഒരു കാരണം വേണം. അപ്പോൾ യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ അവിടെയുണ്ട്. ലാസറിൻ്റെ ഭവനത്തിൽ അവരവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉള്ളതുകൊണ്ട് യേശുവെ ഇപ്പോൾ അവിടെ പോകുന്നത് നല്ലതാണോ, അത് നമ്മുടെ ജീവന് പ്രശ്നമാകത്തില്ലേ, ഭീഷണിയല്ലേ എന്ന് ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശിഷ്യന്മാരെല്ലാം വളരെ ഭയത്തോടുകൂടി നിൽക്കുകയാണ്. ശരിയാണ്, ആ സമയം ആ വീട്ടിൽ ഒരു പക്ഷെങ്കിൽ ഭയത്തിൻ്റെ ഒരു അനുഭവം അവിടെ ഉണ്ട്. പക്ഷേ യേശു പറയുകയാണ്, ഇല്ല, നമുക്കവിടെ പോകണം എന്ന് യേശു പറയുമ്പോൾ അപ്പോഴാണ് തോമസ് അവിടെ വെളിപ്പെടുന്നത്. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ 16-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തോമസിനൊരു കാര്യം വ്യക്തമായി, അത് യേശു ക്രിസ്തു അവിടെ പോകുക തന്നെ ചെയ്യും എന്നത് തോമസിന് വ്യക്തമായപ്പോൾ തോമസ് പറയുകയാണ്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. അപ്പോൾ യേശുവിനോടുകൂടെ മരിക്കുവാൻ വരെയും തയ്യാറായ ഒരു ശിഷ്യനാണ് തോമസ്. ഏത് കഷ്ടത വന്നാലും ഏത് പ്രതികൂലാവസ്ഥ വന്നാലും യേശുവിൽ നിന്നും വിട്ടുമാറി നിൽക്കുവാൻ തോമസ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതവൻ്റെ ഒന്നാമത്തെ സ്വഭാവമാണ്. അപ്പോൾ യേശുവിൽ നിന്നും അകന്നു ജീവിക്കുവാൻ തോമസ് ആഗ്രഹിച്ചിരുന്നില്ല. യഹൂദന്മാരാൽ യേശു ക്രിസ്തു കല്ലെറിയപ്പെട്ട് കൊല്ലും ആ സാഹചര്യത്തിൽ പോലും യേശുവിനോടുകൂടെ മരിക്കുവാൻ ഒരുക്കമായ ഒരു വ്യക്തിയായിരുന്നു തോമസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ധീരനായിരിക്കുന്ന വ്യക്തിയാണ് തോമസ് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോൾ അവൻ മരണത്തിലും യേശുവിനോടുകൂടെ ആയിരിക്കുവാനുള്ള ഒരു സമർപ്പണം, മരണത്തിലും യേശുവിനോടുകൂടെ ആയിരിക്കുവാനുള്ള ഒരൊരുക്കം തോമസിന് ഉണ്ടായിരുന്നു. ഇതവൻ പറയുന്നത് തൻ്റെ സഹശിഷ്യന്മാരോടാണ്, തന്നോടൊപ്പമുള്ളവരോടാണ് അവൻ പറയുന്നത്, നമ്മൾ യേശുവിനോടുകൂടെ മരിക്കേണ്ടതിന് പോകാമെന്ന്. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ സ്നാനപ്പെട്ടു സഭയുടെ അംഗത്വത്തിലായിരിക്കാം, പക്ഷേ യേശുവിനോടുകൂടെ ആയിരിക്കാനുള്ള ഒരൊരുക്കം, നാമധേയ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നു. ഇന്നെല്ലാവരും അങ്ങനെ. പക്ഷേ അത് പോരാ, വെറും പേരിലും നാമത്തിലും മാത്രം പോരാ. നീ ആന്തരികമായിട്ട് ഹൃദയംഗമായിട്ട് ഒരു സമർപ്പണത്തോടെ യേശുവിനോടൊപ്പം ആയിരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നീ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം അത് കാണുകയാണ്. ഇനി തോമസിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത കൂടി ഒന്ന് മനസ്സിലാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അത് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്നോ ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. താൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ സമയമായിരിക്കുന്നു. ഇനി നിങ്ങളെ ഞാൻ പരസ്യ ശുശ്രൂഷക്കായി അയക്കുമെന്നൊക്കെ യേശു ക്രിസ്തു പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ
അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കുന്നു, ഞാൻ ഇരിക്കേണ്ട ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം എന്ന് യേശു പറയുമ്പോൾ ഒരു സത്യ അന്വേഷിയായിട്ട് തോമസ് അവിടെ നിൽക്കുകയാണ്. തോമസിന് ഇതുകൊണ്ട് തൃപ്തിയായില്ല. ശിഷ്യന്മാരെല്ലാം ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുക. കാരണം യേശു കർത്താവ് പിന്നെയും വന്ന് ചേർക്കുമല്ലോ, കുഴപ്പമില്ല എന്നുള്ള സന്തോഷത്തോടെ മറ്റ് ശിഷ്യന്മാരൊക്കെ ഇരിക്കുമ്പോൾ തോമസ് അവിടെ തൃപ്തികരമല്ലായിരുന്നു. തോമസ് എന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം അവിടെ കണ്ടത്. കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ആദ്യം പറയാം, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. പിന്നെ എങ്ങനെ വഴിയറിയും? പിന്നെ എങ്ങനെ ഞങ്ങൾ വഴിയറിയും? സത്യസന്ധമായിരിക്കുന്നൊരു ചോദ്യമാണ്. ഇവിടെ അവൻ സത്യത്തെ അറിയുവാൻ താല്പര്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തെ കണ്ടെത്തുവാൻ വേണ്ടി താല്പര്യത്തോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും ആ സത്യം മനസ്സിലാക്കുവാനുള്ള വാഞ്ചയുള്ളവനുമായിരുന്നുവെന്ന് ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ തോമസിനെ ഇങ്ങനെ നാം കാണുന്നു. അതിനുശേഷം യേശു ഒരു മറുപടി പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ആ വലിയ വേദഭാഗം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള സത്യം അന്ന് പുറത്തു വരുവാനായിട്ട് കാരണമായി തീർന്നത് തോമസാണ്. അതുകൊണ്ടാണ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വ്യക്തിത്വമാണ് തോമസിനുള്ളത്. ഇന്ന് നാം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വാക്യം യേശുവിൽ നിന്നും വരുവാനിടയായത് തോമസിൻ്റെ ഈ ചോദ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ സത്യം അന്വേഷിക്കുവാൻ, സത്യം കണ്ടെത്തുവാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു തോമസ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇനി തോമസിൽ കാണുന്ന മൂന്നാമത്തെ പ്രത്യേകത അവൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. അത് നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവൻ മരണത്തെ തോൽപ്പിച്ചു, മരണത്തെ പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആ 20-ാം അധ്യായത്തിൻ്റെ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ 20-ാം അധ്യായം 19-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇവിടെ ഒരു തെറ്റിദ്ധാരണ ലോകത്തുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവരാരാധനയ്ക്ക് കൂടി എന്നൊരു ധാരണ ലോകത്തുണ്ട്. പക്ഷേ ബൈബിൾ പറയുന്നത് അവർ പേടിച്ചു, യഹൂദന്മാരെ പേടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഭയത്തോടും പേടിയോടും കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവർക്ക് പ്രത്യക്ഷമായി. ഈ സമയത്ത് മറ്റൊരു വേദഭാഗം ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ 20-ാം അധ്യായം 24-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവിടെ ഇല്ല. തോമസ് എവിടെ പോയി? ന്യായമായ ചോദ്യമാണ്. തോമസ് എവിടെ പോയി? ഉത്തരം ഇങ്ങനെയായിരിക്കണം, യേശു ക്രിസ്തു മരിച്ചുവെന്ന് കണ്ടപ്പോൾ അവൻ ഏകനായിരിക്കാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു. അവൻ തൻ്റെ ഗുരുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പിന്നെയും ചിന്തകൾ മനസ്സിലാക്കുവാനും അവൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവൻ ഏകനായിരിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തോമസ് അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാർ, സഹോദരന്മാർ എന്ന് പറഞ്ഞു, തോമസേ, ഞങ്ങൾക്ക് കർത്താവ് പ്രത്യക്ഷനായിരുന്നു, ഞങ്ങൾ യേശുവിനെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുക, ഇല്ല, അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്ന ഒരനുഭവം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇനി മറ്റൊരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കെ എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് തോമസിന് വേണ്ടി യേശു ക്രിസ്തു ഇതാ ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. 8 ദിവസം കഴിഞ്ഞ് ശിഷ്യന്മാരിങ്ങനെ പേടിച്ചിരിക്കെ അവരുടെ നടുവിൽ യേശു വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോൾ ആ തോമസ് യേശുവിനെ കാണുന്നത്. തോമസിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും?
അവനൊരു അല്പവിശ്വാസിയായി തീർന്നുവോ, അവൻ്റെ വിശ്വാസം കുറഞ്ഞുവോ എന്ന് മനസ്സിലാക്കിയിട്ട് യേശു തോമസിനോട് പറയുകയാണ്, നിൻ്റെ കൈ നീട്ടി, നിൻ്റെ വിരൽ നീട്ടി എൻ്റെ കൈകളിൽ ഇടുക, ആണിപ്പഴുതിൽ നീ ഒന്ന് തൊട്ടു നോക്കൂ, അവനെ വിശ്വാസം വരുത്തുവാൻ വേണ്ടി. അതിന് യേശു പറയുകയാണ്, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് തൊടുക. യേശു പറയുന്നു, അവിശ്വാസിയായിരിക്കാതെ നീ വിശ്വാസിയായിരിക്കണം, അവിശ്വാസിയായി തീരരുത്. ഇതാണ് യേശു അവിടെ കൊടുക്കുന്ന നല്ല പാഠം. നീ ഒരു അവിശ്വാസിയായി തീരരുത്, കണ്ടേ വിശ്വസിക്കത്തുള്ളൂ. പിന്നെ നീ ഇത്രയും നാളും എൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടും ഞാൻ പറഞ്ഞിരുന്ന ആഴമേറിയ ചിന്തകൾ, സത്യങ്ങൾ നീ എന്തുകൊണ്ട് ഗ്രഹിച്ചില്ല, മനസ്സിലാക്കിയില്ല എന്നൊരു ന്യായമായ ചോദ്യം തോമസിന് മുമ്പിൽ വന്നു. അപ്പോൾ തോമസ് യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിലും വിലാപ്പുറത്തും തൊട്ടതിന് ശേഷം അവൻ മുട്ടുകുത്തിക്കൊണ്ട് പറയുന്നതാണ്, എൻ്റെ ദൈവവും എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവനെ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശുവിനെ ദൈവം എന്ന് അതിസംബോധന ചെയ്യുന്നത് തോമസാണ്. അവൻ തൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുന്നത്. യേശുവിൻ്റെ ദൈവമാണ്, അവൻ എൻ്റെ കർത്താവാണ് എന്ന് തോമസ് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. നമ്മളിൽ പലരും വാസ്തവത്തിൽ ഇന്ന് ലോകത്ത് ഒരുപാട് ചിന്തകളുണ്ട്. യേശു ദൈവമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കൂട്ടരുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. യേശു ദൈവമല്ല എന്ന് പറയുകയും യേശു വെറും ഒരു ദാസനായിരുന്നു, ഒരു ദൂതനായിരുന്നു എന്നൊക്കെ, ഒരു പ്രവാചകനായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, അന്ന് 12 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരുവനായിരിക്കുന്ന തോമസ് എന്ന ശിഷ്യൻ പറയുന്നത് എൻ്റെ ദൈവവുമായുള്ളവനെന്നാണ്. അപ്പോൾ യേശു ദൈവമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ തോമസിന് കഴിഞ്ഞു. എന്നാൽ ഇന്ന് പല തോമസുമാർക്കും യേശു ദൈവമാണോ എന്ന് സംശയമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തോമസിൽ കാണുന്ന ആ ഒരു വലിയ പ്രത്യേകത, വിശ്വാസത്തെ കണ്ടെത്തുവാനായിട്ട്, അവൻ ഉറയ്ക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവന് മേൽ വരികയും അവനെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആ നല്ല അനുഭവം നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ അവൻ യേശുവിനെ മനസ്സിലാക്കുകയാണ്, അവൻ യേശുവിനെ അറിയുകയാണ്. യേശു ദൈവമാണെന്ന് അവൻ ഉള്ളുകൊണ്ട് ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ യേശുവുമായിട്ടുള്ള ആ ജീവിതം, യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ച, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ അവൻ്റെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവസാനമായി തോമസിനെ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിലാണ്. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കനായിലെ നഥനയേലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒന്നിച്ചു കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ടു പടകിൽ കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചതുമില്ല. ഇവിടെ നാം കാണുന്നത് യേശു കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഇവർക്ക് പ്രത്യക്ഷനായി തീർന്നുവെങ്കിലും പിന്നീട് ഇവരുടെ ഒരു വലിയ വിശ്വാസ അധപ്പതനം നാം അവിടെ കാണുകയാണ്. പഴയ പടക് തപ്പിപ്പോകുകയാണ്. ഈ കൂട്ടത്തിൽ തോമസുമുണ്ട്. വിലാപ്പുറത്ത് കൈയിട്ട് യേശുവാണെന്ന് മനസ്സിലാക്കിയിട്ടും തോമസും എന്ത് ചെയ്തു? പത്രോസിൻ്റെയൊക്കെ കൂടെ ഉപേക്ഷിച്ച് കളഞ്ഞ, യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ അന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ പഴയ പടക് തപ്പി പിന്നെയും പോകുകയാണ്. എവിടെയാണ് ആ പഴയ പടക് കിടക്കുന്നത്? എവിടെയാണ് ആ പഴയ വല കിടക്കുന്നത്? ഇന്നും പലരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. യേശുവിനെ മനസ്സിലാക്കുമ്പോൾ വിടേണ്ട കാര്യങ്ങളെയെല്ലാം വിടാതെ, ചിലതിനെയൊക്കെ ആരും കാണാതെ ഹൃദയത്തിനകത്ത് ഒളിപ്പിച്ചിട്ട് പുറമേ ഒരു വിശ്വാസിയായി, യേശു പറഞ്ഞതുപോലെ വെള്ള പൂശിയ ശവക്കല്ലറയായി ഇന്ന് അനേകർ വിശ്വാസഗോളത്തിൽ വിശ്വാസമല്ലന്മാരായി കാണുന്നുണ്ട്. അനേകരും ഇന്ന് അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഈ ദിദിമോസ് എന്ന തോമസും അവനും ആ ഒരു അനുഭവത്തിലാണോ എന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. തോമസ് എന്ത് ചെയ്യുകയായിരുന്നു? പഴയ പടകെടുത്തു, പഴയ വല കൊട്ടി നന്നാക്കി, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ജീവിക്കാനായിട്ട് യേശുവിൻ്റെ കൂടെ നടന്നാൽ ഇനി പറ്റത്തില്ല, യേശുവിന് ഞങ്ങളുടെ കൂട്ടത്തിൽ കാണത്തില്ല, അതുകൊണ്ട് ജീവിക്കണ്ടേ, അതുകൊണ്ട് പഴയതൊക്കെ തപ്പിപ്പോകാം. യേശു കർത്താവ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പഴയതിനെ മെയിൻ്റെനൻസ് ചെയ്ത് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് നിർത്തുകയല്ല ഒരുത്തൻ ക്രിസ്തുവിലായാൽ. പകരം ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയത് മുഴുവനും പോയി ഒരു പുതിയ സൃഷ്ടിപ്പാണ് അവനിൽ നടക്കുന്നത്. തോമസിൻ്റെ ഹൃദയത്തിലും ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കണം. അവിടെ യേശു ക്രിസ്തു വീണ്ടും ആ 21-ാം അധ്യായം നിങ്ങൾ വായിക്കുക, മുഴുവനും വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും യേശു ക്രിസ്തു വീണ്ടും അവർക്ക് പ്രത്യക്ഷനാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു സന്ദേശം കൈമാറട്ടെ. ക്രിസ്തുവിലാകുവാൻ നാം എല്ലാം താല്പര്യപ്പെടുന്നുണ്ട്. എന്നാൽ പഴയതൊന്നും ഈ പത്രോസിനെ പോലെയും തോമസിനെ പോലെയും
പഴയതിനെയൊക്കെ പിന്നെയും എവിടെയാണെന്ന് തപ്പിപ്പോകുകയാണോ എന്ന് ചിന്തിക്കുക. അത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇനി പഴയത് തപ്പിയല്ല പോകുന്നത്. ഞാനൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണെന്ന ചിന്തയാണ് നമുക്ക് ആവശ്യമായി വരേണ്ടത്. അങ്ങനെ തോമസ് ഒരു പുതിയ അനുഭവത്തിലായി. അപ്പോസ്തലന്മാർ അതേ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്ക് ശേഷം അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു വിവിധ ദേശങ്ങളിലേക്ക് സുവിശേഷമായി പോകുമ്പോൾ തോമസ് അതേ ഭാരതത്തിലേക്ക് കടന്നു വരികയും കേരളത്തിലുടനീളം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും അങ്ങനെ തോമസ് അതേ കർത്താവിൽ അനുഗ്രഹീതനായി തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിൽ നിന്നും വേർപെടുത്തുമ്പോഴേയും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തോമസിന് സാധിച്ചു എന്നുള്ളത് വളരെ അനുഗ്രഹീതമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു തോമസിൻ്റെ അനുഗ്രഹീതമേറിയ ആ മാതൃക, അന്ത്യനാളുകളിൽ താൻ സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ആ മാതൃക നമുക്ക് പിൻപറ്റുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാനും കർത്താവുമൊത്ത് ആ നിത്യസന്തോഷം പങ്കിടുവാനും സാധിക്കത്തുള്ളൂ. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അവന് പഴയതിനെ തേടി ഇനി പോകണ്ട. നീ ആയിരിക്കുന്നത് പുതിയ അനുഭവത്തിലാണ്. പഴയ ദൈവങ്ങളല്ല നിനക്കുള്ളത്. പിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവായിരിക്കുന്ന യേശു കർത്താവിനെയാണ് നീ അറിയുന്നത്. അപ്പോൾ ഒരു പുതിയ അനുഭവത്തിലായിരിക്കുന്ന നിനക്ക് പഴയതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനല്ല നോക്കേണ്ടത്. പഴയതിനെ മുഴുവനായി ഉരിഞ്ഞു കളഞ്ഞ് പഴയതിനെ മുഴുവനുമായി വേർപെടുത്തി ഒരു പുതിയ അനുഭവത്തിൽ ആയിത്തീരുവാൻ നിനക്ക് കഴിയണം. ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവത്തിൻ്റെതാണ്. ഒരു പുതിയ തുടക്കമാകണം നമുക്കിന്ന്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നാം ഇന്ന് കടന്നു വരണം. അതെ, ഞാൻ ക്രിസ്തുവിലായി തീർന്നിരിക്കുകയാണ്. ഇനി പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികൾ, അകത്തുള്ള പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികളെല്ലാം മാറി ഒരു പുതിയ മനുഷ്യൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ആ 9 ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രവൃത്തി, അതാണ് ആ പെന്തക്കോസ്ത് നാളിന് ശേഷം തോമസിൽ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലങ്ങൾ അവരിൽ നിന്നും പുറപ്പെടുവാനിടയായിത്തീർന്നു. ആ ഫലങ്ങൾ നമ്മിൽ നിന്നും പുറപ്പെടണം. നാം ഒരു പുതിയ സൃഷ്ടി ആയാലേ ആ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടുവാനിടയായി തീരത്തുള്ളൂ. അതുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് തോമസ് കടന്നു വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പത്രോസ് കടന്നു വന്നതുപോലെ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി കാലങ്ങൾ അധികമില്ല. യേശു കർത്താവിൻ്റെ വരവ് ഇതാ ഇങ്ങ് പടിക്കലെത്തിയിരിക്കുകയാണ്. അത് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്തും പഴയതിനെയൊക്കെ പിടിച്ചു നിൽക്കാതെ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ ഒരുപാട് സമയങ്ങളില്ല. ഇനി നമുക്കിവിടെ ഒരുപാട് കാലങ്ങളില്ല. അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നാം നോക്കിയാൽ പ്രകൃതി അത് വിളിച്ചു പറയുന്നു. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. വേദപുസ്തക പ്രവചനങ്ങൾ ഓരോന്നായി നിറവേറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ തുടരുവാൻ, ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ നിലനിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തോമസിൽ കണ്ടിരിക്കുന്ന അതേ ആ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടാകട്ടെ. ഒരു വീരനായി, ഒരു ധീരനായി നിൽക്കുവാൻ, ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ഈ സന്ദേശം കേട്ട വ്യക്തികളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവർ തോമസിനെ പോലെ അതേ കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ തക്കവണ്ണം, സുവിശേഷമായി പോകുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണം. കഷ്ടതയും പ്രയാസത്തിൻ്റെ നാളുകളിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണം. എല്ലാ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.